മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് ഈ സമയം വരികയാണ്. ഈ കപ്പൽ അപകടത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, നിർണായകമായ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എത്രത്തോളം വലിയൊരു തീപിടുത്തം, എത്രത്തോളം വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അപകടത്തിന്റെ വ്യാപ്തി അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. നോക്കൂ, കറുത്ത പുക കാരണം ഡോണിയർ എയർക്രാഫ്റ്റ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, എത്രത്തോളം വലിയ കറുത്ത പുകയാണ് ആ കപ്പലിൽ നിന്ന് ഉയരുന്നതെന്ന് ആ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആ കപ്പലിൽ നിന്ന് വാൻഹായ് 503 സിംഗപ്പൂരിന്റെ രജിസ്ട്രേഷൻ, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ. അതോടൊപ്പം തന്നെ ഈ കപ്പലിന്റെ മധ്യഭാഗത്ത്, നടുഭാഗത്താണ് ഈ തീപിടുത്തം, ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എഞ്ചിൻ ഭാഗത്തല്ല തകരാറ്, മറിച്ച് ഈ കണ്ടെയ്നറുകളിൽ നിന്ന് ആണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ കണ്ടെയ്നറുകളിൽ ഏതോ ഒരു വസ്തുവാണ്, അപകടകരമായ ഏതോ ഒരു വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നതും ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ്. നോക്കുക, നടുഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. പക്ഷേ ഇതാ രക്ഷാദൗത്യം ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ആ തീ പക്ഷേ ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല വിഷ്ണു. അരിയ, ഈ തീ അണയ്ക്കുന്നതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്കറിയാം 5 മണിയോടുകൂടി സൂറത്ത്, INSന്റെ ഷിപ്പായിട്ടുള്ള സൂറത്ത് ഈ കപ്പലിന്റെ പരിസരത്തോട്ട് എത്തിയതായിരുന്നു. പക്ഷേ ആ തീ അണയ്ക്കാൻ വേണ്ട യാതൊരുവിധ നടപടികളും ഇപ്പോൾ ഈ കപ്പലുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് 5 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും അതുപോലെ നേവിയുടെ ഒരു കപ്പലും പിന്നെ എയർക്രാഫ്റ്റുകൾ, ഡോണിയർ അടക്കമുള്ള എയർക്രാഫ്റ്റുകളുമാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണവിധേയമാക്കാനുള്ള ഒരു ലക്ഷ്യവുമായി ഈ കപ്പലിനടുത്തോട്ട് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കണ്ടെയ്നറുകൾ, ഈ കപ്പലിൽ നിന്ന് ചാടിയ, കടലിലോട്ട് പതിച്ച കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതിനാൽ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഈ കപ്പലുകൾ കൂടുതൽ അടുത്താൽ മാത്രമേ ഈ കപ്പലിലോട്ടുള്ള വെള്ളം എത്തിച്ച് ആ കപ്പലിലെ തീ ഏതെങ്കിലും തരത്തിലൊരു നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് പോയിരിക്കുന്ന INSന്റെ അടക്കമുള്ള കപ്പലുകൾക്ക് ഈ ഭാഗത്തോട്ട് എത്താൻ സാധിക്കുന്നില്ല. അതായത് ഈ കണ്ടെയ്നറുകളെല്ലാം ഒഴുകി നടക്കുന്നതിനാൽ ഒരുപക്ഷെ ഈ കപ്പലിന്റെ അടുത്തോട്ട് സമീപിക്കാൻ ചെല്ലുമ്പോൾ ഈ പ്രൊപ്പലുകൾക്കെല്ലാം ഇത് നാശനഷ്ടം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കപ്പലുകൾക്ക് അതൊരു വെല്ലുവിളിയാണ്, ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ മറ്റും ഒഴുകി നടക്കുന്നത്. അതിനാൽ തന്നെ ആണ് ഈ കപ്പലുകൾക്ക്, ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള കപ്പലുകൾക്ക് ഈ തീ അടയ്ക്കേണ്ട ഒരു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കാത്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുമായി നമ്മൾ അധികാരികളുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ഇപ്പോഴും തീ ശക്തമായി തന്നെ കത്തുകയാണ്. യാതൊരു തരത്തിലുമുള്ള ഇവർക്ക് അടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഏതെങ്കിലും തരത്തിൽ ഇവർ അടുക്കാൻ ശ്രമിച്ചാൽ അത് വലിയ ദോഷം, ഈ നാവികസേന കപ്പലുകൾക്ക് ഉൾപ്പെടെയുള്ള വലിയ ദോഷം വരും. അതിനാൽ തന്നെ ഇവർ അതിനൊരു മുതിരുന്നില്ല, അതിനുള്ളൊരു സാഹചര്യമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കപ്പൽ നമുക്ക് കാണാം, വലിയ രീതിയിലുള്ള കറുത്ത പുകയാണ് ആ കപ്പലിൽ നിന്നും ഉയരുന്നത്. അത് തീ കൂടുതലായി ഒരു കപ്പലിന്റെ മുഴുവനുമായി വ്യാപിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു നിരീക്ഷണമാണ് ഇവരും പങ്കുവയ്ക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലൊരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ കപ്പലിൽ ഇപ്പോൾ കാണുന്ന പോലെയുള്ള ഒരു തരത്തിൽ, ഇപ്പോൾ നമുക്ക് പുറത്ത് കാണുന്ന ആ ഒരു കണ്ടെയ്നർ മാത്രമല്ല, അടിത്തട്ടിലോട്ടും താഴെയും ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ കണ്ടെയ്നറുകൾ അടക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വിദഗ്ധരായിട്ടുള്ളവരും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതിനാൽ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കണം. പക്ഷേ ഇത്തരത്തിൽ ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ആ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് വിഘാതം, അത് തടസ്സമായി നിൽക്കുകയാണ്. ഈ കപ്പൽ 5 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്കും അതുപോലെ തന്നെ ഈ INSന്റെ കപ്പലിനും അതിനൊരു വേണ്ട ഒരു സജ്ജീകരണം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിലോട്ട് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ കണ്ടെയ്നറുകൾ ആ കടലിന് ചുറ്റും, ആ കപ്പലിന് ചുറ്റും ഒഴുകി നടക്കുന്നത് അതിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ആര്യ, ശരി, വിഷ്ണു പ്രകാശാണ് നമ്മളിലേക്ക് ആ വിവരങ്ങളും ദൃശ്യങ്ങളും എത്തിച്ചത്.